ഹായ്, വെൽക്കം ടു മൈ ചാനൽ. പാർട്ട് 1 സ്ട്രെയിറ്റ് പാൻറ് വെട്ടണത് എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നു. പാർട്ട് 2 അതെങ്ങനെയാണ് അടിക്കുന്നതെന്ന് നോക്കാം. ഒരു സ്ട്രെയിറ്റ് പാൻറ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ അടിഭാഗം മടക്കിയടിക്കുകയാണ് ചെയ്യാറ്. ആദ്യം തന്നെ നമ്മൾ ആ മാർക്ക് ചെയ്തത് ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്കത് നേരെ തന്നെ ഒന്ന് പതിച്ചെടുക്കാം. പിന്നീട് അത് നിവർത്തിയെടുത്തിട്ട് അറ്റത്തുനിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയെടുക്കുക. ആ 1 ഇഞ്ച് നീക്കി വെച്ചിട്ട് നമുക്ക് അത് അടിച്ചെടുക്കാം. മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി മടക്കി എടുക്കുക. അപ്പോൾ 1 ഇഞ്ച് വീതിയിൽ നമുക്ക് മടക്കി അടിക്കാൻ പറ്റും. ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ആ 1/2 ഇഞ്ച് ആദ്യം തന്നെ ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം 1 ഇഞ്ചിലും മടക്കി അടിച്ചാലും മതി. അങ്ങനെ ഇതിൻ്റെ 2 കാലിൻ്റെ അടിഭാഗവും മടക്കി അടിക്കണം. ഇനി ഇതിൻ്റെ ക്രോച്ച് കൂട്ടിയടിക്കാം. അതിനായിട്ട് ഒരു പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ മറ്റേ പീസിൻ്റെ നല്ല വശം വയ്ക്കുക. മുകളിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് അടിച്ചു തുടങ്ങുക. ലാസ്റ്റ് നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. അതിൽ കൂടെ തന്നെ തിരിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കുക. ഇനി ക്രോച്ചിൻ്റെ മറ്റേ സൈഡും അതുപോലെ തന്നെ അടിച്ചെടുക്കുക. ഇതിന് ഇലാസ്റ്റിക് വയ്ക്കുന്നത് 1.5 ഇഞ്ചാണ്. അവിടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് അത് ഒന്നുകൂടി മടക്കി അടിച്ചെടുക്കാം. അടിച്ച് തീരണതിന് മുമ്പ് അലാസ്റ്റിക് കയറ്റാനായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ അടിയിലെ വണ്ണം വരുന്നത് 12 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അടിച്ചു തുടങ്ങണം. അടിച്ചു തുടങ്ങി അതിൻ്റെ ജോയിൻ്റ് എത്തുമ്പോൾ ഇതിന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. അപ്പോൾ നമ്മൾ അത് അവിടെ വരെ 1/2 ഇഞ്ചാക്കി കൊണ്ടുവരണം. കൊണ്ടുവന്നതിന് ശേഷം ആ ജോയിൻറ്റിൽ നമ്മൾ ഒരു 2 സ്റ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുപോകും. മറ്റേ കാലം ഇതുപോലെ അടിയിൽ നിന്ന് മാർക്ക് ചെയ്ത് അടിച്ച് തുടങ്ങി ജോയിൻറ്റ് കൊണ്ടുവന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിനകത്ത് അലാസ്റ്റിക്കും കൂടി ഇടുക. അത് കഴിയുമ്പോൾ അതിൻ്റെ പാൻസ് റെഡി ആയിട്ടുണ്ട്.